ഈ അത്ഭുത കിണർ വളരെ ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരിക്കലും വറ്റാത്തൊരു കിണറാണ്. ഈ കിണറിൽ നിന്ന് വെള്ളം ആളുകൾ കോരിയെടുത്ത് മുഖം കഴുകുകയും തല നനയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് രോഗശാന്തി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കിണറിലെ ജലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ അത്ഭുത കിണർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവിടെ ഉള്ളത്. ഒന്ന് അടിമ വെക്കുക എന്ന് പറയും, മറ്റൊന്ന് വണ്ടി വെഞ്ചിരിക്കുക. ഈ 2 കാര്യങ്ങളും വളരെ സവിശേഷമായി ഇവിടെ നടക്കുന്നതാണ്. വളരെയധികം ആളുകൾ ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന്റെ ഓർമ്മയിൽ പരിശുദ്ധ കന്യാമറിയം ദേവാലയത്തിൽ സമർപ്പിതയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ എല്ലാം ഓർമ്മയിൽ തങ്ങളെ തന്നെ വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥത്തിനും സംരക്ഷണത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അടയാളമായി പള്ളിയിൽ ആളുകൾ വന്ന് തലയിൽ വൈദികൻ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന, വിശുദ്ധന്റെ അടിമയായി സമർപ്പിക്കുന്ന ഒരു കർമ്മം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ, അത് പുതിയതായാലും പഴയതായാലും, പലരും ഈ പള്ളിയിൽ കൊണ്ടുവന്ന് വിശുദ്ധന്റെ സംരക്ഷണം പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന വണ്ടി വെഞ്ചിരിക്കുന്ന ഒരു പതിവും ഈ ദേവാലയത്തിലുണ്ട്.